ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ജോ ബൈഡൻ. പിന്നാലെ ലബനനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. വാഷിംഗ്ടൺ. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 4 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ. വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസിൽ നിന്ന് ലോകത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോ ബൈഡന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുമ്പ് ഹിസ്ബുള്ളയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് സൂചന. അതേസമയം വെടിനിർത്തൽ തീരുമാനം സന്തോഷകരമായ വാർത്തയാണെന്ന് ബൈഡൻ പറഞ്ഞു. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ഈ തീരുമാനം പ്രേരണയാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മേഖലയിലെ സംഘർഷത്തിന് ശാശ്വത വിരാമം എന്ന നിലയിലാണ് വെടിനിർത്തലെന്നും അതേസമയം കരാർ ലംഘിച്ചാൽ സ്വയംശയ കരുതി ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഗാസയിലും വെടിനിർത്തലിന് തന്റെ സർക്കാർ ശ്രമം ആരംഭിക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞു. യുഎസും ഫ്രാൻസും മധ്യസ്ഥത വഹിച്ചാണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത്. വെടിനിർത്തൽ ധാരണയെ ലബനന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മികാട്ടി സ്വാഗതം ചെയ്തു. വെടിനിർത്തൽ തീരുമാനം ലബനനിലെയും വടക്കൻ ഇസ്രയേലിലെയും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞു. ഗാസയിലും വെടിനിർത്തലിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവുവന്ന ആയുധങ്ങൾ വീണ്ടും സംഭരിക്കുക, ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തലിനു കാരണമെന്ന് നെതന്യാഹു പറഞ്ഞു. ആക്രമണം ആരംഭിച്ച ദിനങ്ങളെ അപേക്ഷിച്ച് ഹിസ്ബുള്ള വളരെ ദുർബലമാണെന്നും അവരുടെ നേതൃനിരയെ വധിച്ചതിനൊപ്പം മിസൈലുകളും റോക്കറ്റുകളും തകർത്തു. അവരുടെ ആയിരക്കണക്കിന് പോരാളികളെ നിർവീര്യമാക്കി. അതിർത്തിക്കടുത്തുള്ള ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു, നെതന്യാഹു പറഞ്ഞു. അവിശ്വാസം പരസ്യമാക്കി എഡിഎമ്മിന്റെ കുടുംബം, പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിൽ. കണ്ണൂർ. സിപിഎം നേതൃത്വത്തെയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന പോലീസിനെയോ വിശ്വാസമില്ലെന്ന പ്രഖ്യാപനമാണ് സിബിഐ അന്വേഷണമെന്ന ആവശ്യത്തിലൂടെ എഡിഎംകെ നവീൻ ബാബുവിന്റെ കുടുംബം നടത്തിയിരിക്കുന്നത്. എഡിഎമ്മിന്റെ മരണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്താനല്ല, അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് വരുത്താനുള്ള തെളിവുകളാണ് പോലീസ് അന്വേഷിക്കുന്നതെന്ന ആരോപണം തുടക്കം മുതലുണ്ട്. പി ദിവ്യക്കെതിരെ സിപിഎം നടപടിയെടുത്ത ശേഷവും അവ്യക്തത നിലനിർത്തുന്ന പ്രസ്താവനകളാണ് പാർട്ടി നേതൃത്വം നടത്തിയത്. എഡിഎം കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചു. സിപിഎമ്മുകാരനായ ടി.വി. പ്രശാന്ത് മുഖ്യമന്ത്രിക്കു നൽകിയെന്നു പറഞ്ഞ പരാതി വ്യാജമാണെന്നു വ്യക്തമായിട്ടും ആ വഴിക്കും അന്വേഷണം നീങ്ങിയില്ല. തെറ്റുപറ്റിയെന്ന് യാത്രയയപ്പ് ചടങ്ങിനുശേഷം എഡിഎം തന്നോട് പറഞ്ഞുവെന്ന കലക്ടറുടെ മൊഴിയിലും സംശയമുണ്ട്. സിബിഐ അന്വേഷണത്തെ എതിർക്കാനും അനുകൂലിക്കാനും പറ്റാത്ത കുരുക്കിലാണ് സർക്കാരും പാർട്ടിയും. എതിർത്താൽ സിപിഎം കുടുംബത്തിന്റെ ആവശ്യത്തിന് എതിരി നിൽക്കലാകും. അനുകൂലിച്ചാൽ മുഖ്യമന്ത്രിക്കു കീഴിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ല എന്ന് സമ്മതിക്കലാവും. ഹർജിയിൽ 3 കാര്യങ്ങൾ. ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പ്രധാനമായും 3 ആരോപണങ്ങളാണുള്ളത്. 1. സിപിഎം നേതാവ് പ്രതിസ്ഥാനത്തു നിൽക്കുമ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ നീതി ലഭിക്കില്ല. 2. പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നു. പ്രതിഭാഗത്തിനു തെറ്റായ തെളിവുകൾ കെട്ടിച്ചമക്കാൻ അവസരം നൽകുന്നതായി സംശയിക്കുന്നു. 3. കൊലപാതകമാണെന്ന് സംശയമുണ്ട്. കാവൽ സ്ഥിരമാക്കാൻ ഷിൻഡെ വിട്ടുകൊടുക്കാതെ ഫഡ്നാവിസ്. മുംബൈ. ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കുമെന്ന് ബിജെപി വാഗ്ദാനം ചെയ്തെന്ന വാദത്തിൽ ശിവസേന. ഷിൻഡെ ഉറച്ചുനിൽക്കുന്നതിനാൽ മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണം വൈകുന്നു. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസിനെ ഉറപ്പിച്ച ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ ഷിൻഡെ, എൻസിപി നേതാവ് അജിത് പവാർ എന്നിവരുമായി ചർച്ച നടത്തി ഡിസംബർ 1-നകം സത്യപ്രതിജ്ഞ നടത്താനുള്ള കരുനീക്കത്തിലാണ്. നിയമസഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ഷിൻഡെ രാജിക്കത്ത് നൽകിയെങ്കിലും കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ സി.പി. രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ഷിൻഡെയുടെ തുടർഭരണത്തിനായി അദ്ദേഹത്തിന്റെ അണികൾ 100ഓളം ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തി. സഖ്യകക്ഷികളെ പിണക്കി തിരക്കിട്ടുള്ള പ്രഖ്യാപനം വേണ്ടെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. മന്ത്രിമാരുടെ വകുപ്പുകളടക്കം തീരുമാനിച്ച് പഴുതടച്ചു നീങ്ങാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തന്റെ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായി തുടരുന്നത് കാണാനാണ് ആഗ്രഹമെന്നും എന്നാൽ നരേന്ദ്രമോദിയും അമിത് ഷായും എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും ഷിൻഡെ വിഭാഗം നേതാവ് ദീപക് കേസർക്കർ പറഞ്ഞു. അടൂരിൽ പനി ബാധിച്ച് മരിച്ച +2 വിദ്യാർത്ഥിനി 5 മാസം ഗർഭിണി. പോക്സോ ചുമത്തി കേസെടുത്തു. അടൂർ. പനി ബാധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുണ്ടപ്പള്ളി സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനി മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയാണ് മരണം. പെൺകുട്ടി കൈ ഞരമ്പ് മുറിച്ചിരുന്നതായും ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചിരുന്നതായും സൂചനയുണ്ട്. വിദഗ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ അയച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 19-ന് സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നു. സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്കായി ബസ് പുറപ്പെട്ട് അല്പദൂരം ചെന്നപ്പോൾ താൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. പിന്നീട് സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ച് വീട്ടുകാർ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുപോയതായും പറയുന്നു. പിന്നീട് പനി ബാധിച്ച പെൺകുട്ടിയെ ആദ്യം അടൂരിലുള്ള ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടറെ കാണിച്ച ശേഷം തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു.
നില ഗുരുതരമായതിനെ തുടർന്നാണ് ഇന്നലെ പുലർച്ചെ മരിച്ചത്. വ്ളോഗർ യുവതി അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ, നെഞ്ചിൽ മുറിവ്. പ്രതി കണ്ണൂർ സ്വദേശിയെന്ന സൂചന. ബംഗളൂരു. അസം സ്വദേശിയും വ്ളോഗറുമായ യുവതിയെ ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മായ ഗോഗോയി എന്ന യുവതിയുടെ മൃതദേഹമാണ് ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലയാളിയായ യുവാവിനെ പോലീസ് തിരയുന്നു. മായയുടെ നെഞ്ചിൽ ഒന്നിലധികം തവണ കുത്തേറ്റിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മായയും ആരവ് ഹർണി എന്നയാളും അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്തത്. ഞായറാഴ്ച ആരവ് മായയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം. ആരവ് കണ്ണൂർ സ്വദേശിയാണെന്നും ഇയാൾ മായയുടെ കാമുകനാണെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആരവ് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടത്. അതുവരെ ഇയാൾ മൃതദേഹത്തിനൊപ്പം അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോറമംഗലയിലാണ് മായ ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾ സ്ഥലത്തുണ്ട്. പ്രതി കേരളത്തിൽ നിന്നുള്ളയാളാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകിട്ട് 6 മണിക്ക് ശേഷം മാധ്യമങ്ങളെ അറിയിക്കും. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഈസ്റ്റ് ഡി ദേവരാജ് പറഞ്ഞു. ഫാഷൻ, ഭക്ഷണം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ പങ്കിട്ടാണ് യൂട്യൂബിൽ മായ ഗോഗോയി ശ്രദ്ധിക്കപ്പെട്ടത്. പ്ലാറ്റിനം ജൂബിലിക്ക് നിറപ്പകിട്ടേകി ശലഭോത്സവം. കണ്ണോത്ത്. പ്ലാറ്റിനം ജൂബിലി വർഷം വ്യത്യസ്ത പരിപാടിയുമായി സെന്റ് ആന്റണീസ് യു.പി. സ്കൂൾ കണ്ണോത്ത്. പുതുപ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകളിലെ അംഗൻവാടി മുതലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ശലഭോത്സവം എന്ന പേരിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി കളറിംഗ്, ആക്ഷൻ സോങ്, ഫാൻസി ഡ്രസ്സ് തുടങ്ങിയ മത്സരങ്ങൾ നടത്തി. 75ാം വാർഷികത്തിൽ 75 കുട്ടികളെ അണിനിരത്തി നടത്തിയ മെഗാ തിരുവാതിര, ദബോമുട്ട്, മാർഗംകളി എന്നിവ അത്യന്തം ആകർഷകമായി. അമ്മമാർക്ക് വേണ്ടി വിവിധ മത്സരങ്ങളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് ഒരു നവ്യാനുഭവമായി. മൈതാനത്തെ പ്രകമ്പനം കൊള്ളിച്ച് വാശിയേറിയ ഫുട്ബോൾ മത്സരം പരിപാടിക്ക് മാറ്റ് വർദ്ധിപ്പിച്ചു. ശേഷം മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബിരിയാണി നൽകി. എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ റോബിൻ തിരുമല മുഖ്യാതിഥിയായിരുന്ന ചടങ്ങ് പുതുപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് നജുമുന്നിസ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി കമ്മിറ്റി ജനറൽ കോർഡിനേറ്റർ ഗിരീഷ് ജോൺ അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനുമായ കമാൽ മുഹമ്മദ് ജൂബിലി സന്ദേശം നൽകി. കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് സമ്മാനദാനം നിർവഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റോയി കുന്നപ്പള്ളി സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബിക മംഗലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുട്ടിയമ്മ മാണി, വാർഡ് മെമ്പർ ഷിൻജോ തൈക്കൽ, പൂർവ്വ വിദ്യാർത്ഥി CM തോമസ് മാസ്റ്റർ, കണ്ണോത്ത് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ റോഷിൻ മാത്യു, PTA പ്രസിഡന്റ് ജയ്സൺ കിളിവള്ളിക്കൽ, MPTA പ്രസിഡന്റ് ശൈല പടപ്പനാനി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ ജോസഫ് നന്ദി പറഞ്ഞു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ സംയുക്തമായി ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് കോടഞ്ചേരി അങ്ങാടിയിലൂടെ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വിജോയ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് റാലി ഉദ്ഘാടനം ചെയ്തു. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും തകർച്ചയിലേക്ക് അതിവേഗം നയിക്കുന്ന രാസലഹരിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ നോട്ടീസ് വിതരണം, സേയ് നോ ടു ഡ്രഗ്സ്, ടാബ്ലോ അവതരണം എന്നിവ നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ചു. മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയുന്നതിന് സംസ്ഥാന പോലീസ് വകുപ്പ് യോദ്ധാവ് 9995966666 എന്ന വാട്സാപ്പ് നമ്പറിലൂടെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയെക്കുറിച്ചും പ്രചാരണം നടത്തി. യുവതലമുറയുടെ ശാരീരിക, മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ പൊതുജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ലഹരിക്കടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമവും അത്യാവശ്യം. കാര്യങ്ങൾ വ്യക്തം. പ്രതിരോധത്തിൽ ഊന്നുക എന്നാണ് 2024 ലഹരിവിരുദ്ധ സന്ദേശം. 0.2022 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം ലഹരിയുടെ ഉപയോഗവും കടത്തും കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് 26% വർദ്ധിച്ചു. ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിനാൽ പുതുതായി ഹെപ്പറ്റൈറ്റിസ് രോഗവും എയ്ഡ്സ് രോഗവും 14 ലക്ഷം പേർക്ക് ബാധിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാനുള്ള ശേഷി ലഹരിക്കുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് തുരത്തിയോടിക്കേണ്ടത് ആവശ്യമാണ്. ഇവയുടെ വിപണനം, കൈവശം വെക്കൽ, ഉപയോഗം എന്നിവയെല്ലാം കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് NSS ലീഡേഴ്സായ ചന്ദ്രപ്രഭു, അൻസ മോൾ മാത്യു, ഡോൺ ജിൻസൺ, നിയ CB, അലൻ ഷിജോ, അനഘ AS, അനാമിക AS, ബെനിൽ മനേഷ്, ജിയ മരിയ ജേസൺ, സ്കൗട്ട് മാസ്റ്റർ ഷീൻ P ജേക്കബ്, ഗൈഡ് ക്യാപ്റ്റൻ ലീന സക്കറിയാസ്, NSS പ്രോഗ്രാം ഓഫീസർ അഖിൽ ടോം മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂട്ടർ വിതരണം ചെയ്തു. കോടഞ്ചേരി നാഷണൽ ഗോ കോൺഫെഡറേഷന്റെ സഹായത്തോടെ ഗ്രാമശ്രീ മിഷൻ വുമൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം 56 വനിതകൾക്ക് 50% സബ്സിഡിയിൽ സ്കൂട്ടർ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് നിർവഹിച്ചു. യോഗത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷത വഹിച്ചു. ബോസ് ജേക്കബ്,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോയി കുന്നപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോബർട്ട് അറക്കൽ, പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജോയി നെടുമ്പള്ളി, ചെയർമാൻ ഗ്രാമശ്രീ മിഷൻ എന്നിവർ പ്രസംഗിച്ചു. തിരുവമ്പാടി തോട്ടത്തിൻകടവ് റോഡ് നാളെ പൂർണ്ണമായും അടച്ചിടും. തിരുവമ്പാടി ഓമശ്ശേരി റോഡിലെ തോട്ടത്തിൻകടവ് മുതൽ താഴെ തിരുവമ്പാടി ജംഗ്ഷൻ UC മുക്ക് വരെ BMBC വർക്ക് നടക്കുന്നതിനാൽ ഇന്ന് 2024 നവംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് ടാഡിംഗ് ജോലി കഴിയുന്നതുവരെ വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിരത്ത് വിഭാഗം അറിയിച്ചു. തിരുവമ്പാടി ടൗണിൽ നിന്നും അമ്പലപ്പാറ വഴിയോ താഴെ തിരുവമ്പാടി പാതിരമണ്ണ് വഴിയോ റോഡിലേക്കുള്ള പ്രവേശനവും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. KSEB തിരുവമ്പാടി സെക്ഷൻ അറിയിപ്പ്. HT ടച്ചിംഗ് വർക്ക് നടക്കുന്നതിനാൽ ഇന്ന് 27 നവംബർ 24 രാവിലെ 7:30 മുതൽ വൈകിട്ട് 3 മണി വരെ തമ്പലമണ്ണ ബ്രിഡ്ജ്, ചക്കനാരി, മുറമ്പാത്തി, അച്ചൻകടവ് എന്നീ ട്രാൻസ്ഫോർമർ പരിധിയിലും ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ അപ്പായ ഫുഡ്സ് ട്രാൻസ്ഫോർമർ പരിധിയിലും LT ലൈനിൽ സ്പേസ് ഇടുന്ന വർക്ക് നടക്കുന്നതിനാൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 3 മണി വരെ പൊന്നാംകയം സ്കൂൾ ട്രാൻസ്ഫോർമർ പരിധിയിൽ ഭാഗികമായും വൈദ്യുതി മുടങ്ങുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. കൂടത്തായി സ്കൂളിൽ NCC ദിനാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടത്തായിൽ NCC ദിനാഘോഷം അഭ്യുദയ 2024 സംഘടിപ്പിച്ചു. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബിബിൻ മഞ്ചപ്പള്ളിൽ അധ്യക്ഷനായി. ചടങ്ങിൽ മികച്ച കേഡറ്റുകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി ഇമ്മാനുവൽ, 9 കേരള നേവൽ NCC കമാൻഡർ മാത്യു P. മാത്യു, NCC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 30 കേരള ബറ്റാലിയൻ ലഫ്റ്റനന്റ് കേണൽ B. ജോൺസൺ, NCC ഓഫീസർ ലഫ്റ്റനന്റ് KC അലക്സാണ്ടർ, പരേഡ് ഇൻസ്ട്രക്ടർ ലിറ്റ് RC, ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർ പ്രീത VP, അധ്യാപകരായ റെജി കരോട്ട്, അനീഷ് മൈക്കിൾ, ജിഷ മാത്യു എന്നിവർ സംസാരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.